വിജയാഘോഷങ്ങളൊക്കെ ഒരു ഒന്നൊന്നര ആഘോഷങ്ങളായിരുന്നു. ഞങ്ങൾ വിചാരിച്ചതിലും മെച്ച ആഘോഷങ്ങളാണ്. ഇപ്പൊ ഞങ്ങൾ അതിലും അപ്പുറത്ത് ഞങ്ങൾ ഇനിയും ഞങ്ങൾ ആഘോഷിച്ചുകൊണ്ടേയിരിക്കും. ഈ ഒരു മാസം വിജയാഘോഷം തന്നെയാണ്. ഇനിയാണ് ശരിക്കുള്ള പ്രവർത്തനത്തിന്റെ കാര്യങ്ങൾ വരാൻ പോണേ. സുരേഷ് ഗോപി ജയിച്ചു, ഇനി എല്ലാ സീറ്റും ഞങ്ങൾ പിടിക്കും. അങ്ങനെയുള്ള ഇനി ഞങ്ങൾക്ക് വിശ്രമമില്ല. സുരേഷ് ഗോപിയുടെ വിജയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇരിഞ്ഞാലക്കുടയിലെ BJP-യുടെ നിയോജക മണ്ഡലം നേതൃത്വം ഇപ്പോൾ ഇവിടെ ഒരു വലിയ ആഘോഷം സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായിട്ട് ഇവിടുത്തെ മുതിർന്ന കാര്യകർത്താക്കളുമായിട്ട് നമ്മൾക്കൊന്ന് സംസാരിക്കാം. ചേട്ടാ നമസ്കാരം. സന്തോഷം ഇന്ന് വളരെ സന്തോഷത്തിലാണ്. എല്ലാ സഹപ്രവർത്തകരും പൊതുജനങ്ങളും വളരെ സന്തോഷത്തിലാണ്. ഇന്ന് ബഹുമാനപ്പെട്ട മോദിജിയുടെ സത്യപ്രതിജ്ഞ, ഇന്ന് തൃശ്ശൂരിന്റെ MP-യുടെ സുരേഷ് ചേട്ടന്റെ സത്യപ്രതിജ്ഞ, അങ്ങനെ വളരെ സന്തോഷത്തിലാണ്. പ്രത്യേകിച്ച് കേരളത്തിലെ സഹപ്രവർത്തകർ ഇരിങ്ങാലക്കുടയിൽ അതിന്റെ വിജയോത്സവമാണ് ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്ര വോട്ടുകൾ പ്രതീക്ഷിച്ചിരുന്നോ? തീർച്ചയായിട്ടും കരുവന്നൂരിലൊക്കെ BJP നിരന്തരമായി നടത്തിയ നിയമസമര പോരാട്ടങ്ങൾ, അതുപോലെ തന്നെ സുരേഷ് ചേട്ടന്റെ ഇടപെടലുകൾ, സുരേഷ് ചേട്ടന്റെ പദയാത്ര, അങ്ങനെ പല വിധത്തിലും ഈ ഭൂരിപക്ഷം അതിശക്തമായി മുന്നോട്ട് പോകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പ്രത്യേകിച്ച് സ്ത്രീകളുടെ, അതുപോലെ എല്ലാ വിഭാഗം ആളുകളുടെയും വോട്ട്, എല്ലാ ജനങ്ങളുടെയും വിജയമായിട്ടാണ് സുരേഷ് ചേട്ടന് ഈ വോട്ട് ലഭിച്ചത്. ഇരിങ്ങാലക്കുടയിലെ ഈ ഭൂരിപക്ഷം തന്നെ കാണിക്കുന്നത് എല്ലാവരുടെയും വിജയമാണ്. അതുകൊണ്ടാണ് ഈ വിജയോത്സവം എന്ന് തന്നെ ഞങ്ങൾ ഇതിന് പേരിട്ടത്. ഈ ക്രൈസ്തവ സമൂഹത്തിന്റെ പിന്തുണ എത്രത്തോളം ഉണ്ടായിരുന്നു ഇരിഞ്ഞാലക്കുടയിൽ? ഫുൾ സപ്പോർട്ടായിരുന്നു. സാമുദായിക സാമൂഹിക പ്രസ്ഥാനങ്ങളുടെ മുഴുവൻ സപ്പോർട്ടും ഇത്തവണ സുരേഷ് ചേട്ടനായിരുന്നു. ധാർമ്മികമായിട്ട് സത്യസന്ധമായിട്ടുള്ള സമീപനമായിരുന്നു അവരുടെ. അതുകൊണ്ട് അഗൈതവമായ നന്ദിയും സ്നേഹവും കിടപ്പാടും ഈ എല്ലാ വിഭാഗങ്ങളോടും ഭാരതീയ ജനതാ പാർട്ടിക്കും NDA-ക്കും സുരേഷ് ചേട്ടനും നരേന്ദ്രമോദിക്കും ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഞങ്ങൾക്കില്ല. ഇപ്പോ വരുന്ന ത്രിതല പഞ്ചായത്ത് ഇലക്ഷനാണോ നിയമസഭാ ഇലക്ഷനാണോ BJP തയ്യാറെടുക്കുന്നത്? വരുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ് ഇനി ഏറ്റവും അടുത്ത കാലഘട്ടത്തിൽ 2015 നടക്കാൻ പോകുന്നത്. ഒരു സംശയവും വേണ്ട. ഇപ്പോൾ ലീഡ് ചെയ്തിട്ടുള്ള പഞ്ചായത്തുകൾ മുഴുവൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ NDA പിടിച്ചടക്കും. അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ട് ഇനി വരും ദിവസങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ NDA-യുടെ സഹപ്രവർത്തകർ മുന്നോട്ട് പോകും. എത്ര പഞ്ചായത്തുകളാണ് BJP മുന്നിട്ടെടുക്കുന്നത്? ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലത്തിൽ 6 പഞ്ചായത്തുകളും ഒരു മുനിസിപ്പാലിറ്റിയുമാണ് ഈ തെരഞ്ഞെടുപ്പിൽ മുന്നിട്ട് നിന്നത്. അവിടെയൊക്കെ BJP-ക്ക് 1ഉം 2ഉം അതുപോലെ തന്നെ പ്രതിപക്ഷമായിട്ടുള്ള തൃശ്ശൂർ ജില്ലയിലാണോ പറയുന്നത്? ഇരിങ്ങാലക്കുടയിൽ മുനിസിപ്പാലിറ്റിയും 7 പഞ്ചായത്തുകളുമാണ് ഉള്ളത്. അതിൽ 6 പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റിയും NDA സഖ്യം മുന്നിട്ട് നിൽക്കുന്നു. ആളൂർ പഞ്ചായത്താണോ CPM-ന്റെ സ്വാധീന മേഖല? ആളൂർ പഞ്ചായത്തിലും അതിശക്തമായ മുന്നേറ്റമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് NDA-യുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. ഒരു നേരിയ വോട്ടിന്റെ വ്യത്യാസത്തിനാണ് അവിടുത്തെ നമുക്ക് 1ാം സ്ഥാനം നഷ്ടപ്പെട്ടത്. അവിടെയും എല്ലാ ജനങ്ങളും അതിശക്തമായി NDA-യെ സഹായിച്ചു എന്നുള്ള കാര്യത്തിലും ആളൂരിന്റെ വോട്ടിന്റെ പാറ്റേൺ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അത് അറിയാൻ സാധിക്കും. സുരേഷ് ഗോപി നേരിട്ട് ഇവിടെ ജനങ്ങളെ കാണാനായിട്ട് ഇറങ്ങുന്നുണ്ടോ ഈ മണ്ഡലത്തിൽ? തീർച്ചയായിട്ടും അദ്ദേഹം ഓരോ മണ്ഡലത്തിലും അദ്ദേഹം എത്തിച്ചേരും. പക്ഷേ നമ്മളെ സംബന്ധിച്ച് നമുക്കറിയാം, അദ്ദേഹം കേന്ദ്രമന്ത്രിയാവാനായിട്ട് ഡൽഹിയിൽ പോയിരിക്കുകയാണ്. അദ്ദേഹം അതിന്റെ സമയമനുസരിച്ച് വന്നു കഴിഞ്ഞാൽ എല്ലാ മണ്ഡലത്തിലും വരും. അതുപോലെ ഇരിങ്ങാലക്കുടയിലും അദ്ദേഹം വോട്ടർമാരെ കാണാനായിട്ട് വരും. ചേട്ടാ നമസ്കാരം. എത്രത്തോളം പ്രതീക്ഷകളായിരുന്നു ഇലക്ഷന് മുന്നോടിയായിട്ടുണ്ടായിരുന്നു? വളരെ പ്രതീക്ഷയായിരുന്നു. സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂർ നിയോജക മണ്ഡലത്തില്, പാർലമെന്റ് നിയോജക മണ്ഡലത്തില് നമുക്കറിയാം ഇവിടുത്തെ എല്ലാ ജനവിഭാഗങ്ങളും ഒരേപോലെ കൈകോർത്ത് പിടിച്ചുകൊണ്ട് സുരേഷ് ഗോപിയുടെ വിജയത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങി. അതുകൊണ്ട് തന്നെയാണല്ലോ ഇപ്പൊ കേരളത്തിന് 2 മന്ത്രിമാര് നമ്മുടെ 3ാം മോദി സർക്കാർ നൽകിയിട്ടുള്ളത്. അത് തന്നെയാണ് ന്യൂനപക്ഷങ്ങളുടെ വോട്ട് ഒരുപാട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഈ സുരേഷ് ഗോപിയുടെ വിജയം നമ്മുടെ കേരളത്തിന് 2 മന്ത്രിമാരെയാണ് സമ്മാനമായി കിട്ടിയിട്ടുള്ളത്. കരുവന്നൂർ വിഷയം ഏത് തരത്തിലാണ് ഇടതുപക്ഷത്തെ ബാധിച്ചത്? കരുവന്നൂര് വിജയം എന്ന് വെച്ചാൽ കരുവന്നൂര് ഇവിടുത്തെ LDF-നെ തുറന്നു കാണിക്കുന്ന ഒരു സമീപനമാണ് കരുവന്നൂരിൽ ഉണ്ടായത്. അത് തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വോട്ടാക്കി മാറ്റാൻ ഞങ്ങൾ സാധിച്ചു. നേരത്തെ കൃപേഷ് പറഞ്ഞ പോലെ ഇന്ന് ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലത്തില് 6 പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റിയും മുന്നിട്ട് നിൽക്കാണ്. അത് ഞങ്ങൾക്കൊരു ചരിത്ര വിജയമായി ത്രിതല പഞ്ചായത്തുകളിൽ ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ള ഒരു വിശ്വാസത്തിലാണ് NDA ഞങ്ങൾ മുന്നിട്ടിറങ്ങിയത്. ചേട്ടാ നമസ്കാരം. ചേട്ടാ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരിഞ്ഞാലക്കുട പിടിക്കാൻ സാധിക്കുമോ ഈ ഒരു അവസ്ഥ? ഇരിഞ്ഞാലക്കുട 100% നമുക്ക് പിടിക്കാൻ സാധിക്കും എന്നുള്ള കോൺഫിഡൻസ് ഞങ്ങൾക്ക് വളരെയധികം തന്നിരിക്കുകയാണ് ഈ ഇലക്ഷനിൽ ഉണ്ടായിരിക്കുന്നത്. ഇപ്പോ ഇവിടുത്തെ
ക്രൈസ്തവ സമൂഹത്തിന്റെ പിന്തുണ വലുതായിരുന്നു. തീർച്ചയായിട്ടും ഞാൻ നരേന്ദ്രമോദിയെ കാണാൻ പോയപ്പോൾ ഏറ്റവും ആദ്യമായിട്ട് നരേന്ദ്രമോദിജിയോട് പറഞ്ഞൊരു സംഗതി എന്ന് പറഞ്ഞാൽ ഇപ്രാവശ്യം നമുക്ക് ക്രിസ്ത്യൻ സമുദായം നമ്മുടെ ഫീൽഡിൽ ഇറങ്ങുമ്പോൾ ക്രിസ്ത്യൻ സമുദായത്തിന്റെ വോട്ട് നമുക്ക് കിട്ടും എന്നുള്ള 100% ഉറപ്പിച്ചു പറഞ്ഞ ഒരാളാണ് ഞാൻ. അതുപോലെ തന്നെ നമുക്ക് ഇപ്പൊ ഈ പള്ളി ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ആ ഭാഗങ്ങളിൽ നമുക്ക് രണ്ടാം സ്ഥാനത്ത് പല ബൂത്തുകളും രണ്ടാം സ്ഥാനത്ത് എത്താൻ സാധിച്ചു എന്നുള്ളത് തന്നെ അതിന് വലിയൊരു ഉദാഹരണമാണ്. ചേച്ചി നമസ്കാരം. എങ്ങനെയുണ്ടായിരുന്നു വിജയാഘോഷങ്ങളൊക്കെ ഇതിനു മുന്നത്തെ? വിജയാഘോഷങ്ങളൊക്കെ ഒരു ഒന്നൊന്നര ആഘോഷങ്ങളായിരുന്നു. ഞങ്ങൾ വിചാരിച്ചതിലും മെച്ചമുള്ള ആഘോഷങ്ങളാണ്. ഇപ്പൊ ഞങ്ങൾ അതിലും അപ്പുറത്ത് ഞങ്ങൾ ഇനിയും ഞങ്ങൾ ആഘോഷിച്ചുകൊണ്ടേയിരിക്കും. ഈ ഒരു മാസം വിജയാഘോഷം തന്നെയാണ്. തകർക്കും. കേന്ദ്രമന്ത്രിയായി സുരേഷ് ഗോപി ഇരിഞ്ഞാലക്കുടയിലേക്ക് വരും സത്യപ്രതിജ്ഞ കഴിഞ്ഞ്. അതിനുശേഷം ഞങ്ങൾ തകർക്കും. കരുവന്നൂരല്ലേ ബൂത്ത്? കരുവന്നൂർ ബൂത്ത്. അവിടെയുള്ള പ്രാദേശികമായിട്ടുള്ള ആളുകളുടെ വികാരങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? പ്രാദേശികമായ ആൾക്കാരുടെ വികാരങ്ങള് അവര് ബൂത്തിലോട്ട് വോട്ട് ചെയ്യാൻ ചെന്നപ്പോൾ അവര് വേറെ ആൾക്കാർക്ക് ചെയ്യുന്നു വിചാരിച്ചു ചെന്നപ്പോൾ പക്ഷെ യാദൃശികമായി എല്ലാവരും താമരയ്ക്ക് കുത്തിപ്പോന്നു. നമ്മുടെ സുരേഷ് ഗോപിക്ക് കുത്തിപ്പോന്നു. നന്മയുടെ വശം അവർക്ക് തെളിഞ്ഞു വന്നു. നന്മയും തിന്മയും അവർ തിരിച്ചറിഞ്ഞ് അവർ വോട്ട് ചെയ്തു. ഈ കരുവന്നൂരിനെ സംബന്ധിച്ച് അവിടെ ആ ബൂത്തുകളിലൊക്കെ BJP ആണോ മുന്നിട്ട് നിന്നത്? അവിടെ BJP ആണ് മുന്നിട്ട് നിന്നിരുന്നത്. പക്ഷെ ജനം പറഞ്ഞിരുന്നത് അവര് ഞങ്ങളെ ഇന്നാൾക്ക് ചെയ്യണം. പക്ഷെ അവര് ശരിക്കും യഥാർത്ഥത്തിൽ നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് സുരേഷ് ഗോപിക്കാണ് വോട്ട് ചെയ്തത്. ഞങ്ങൾക്ക് മനസ്സിലായി. കരുവന്നൂരിലെ ജനങ്ങൾ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുന്ന പ്രതീക്ഷ ഇനിയും വോട്ട് ചെയ്തിരിക്കും അവര്. നമ്മള് 2 കേന്ദ്രമന്ത്രിമാരാണ് നമുക്കിപ്പോ കിട്ടാൻ പോണത്. നമുക്ക് കേരളത്തിന് 2 മുഖ്യമന്ത്രി ഉണ്ട്. ഈ കരുവന്നൂരിലെ ജനങ്ങള് ഇനി ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യോ? ചെയ്തിരിക്കും. ചെയ്യില്ല. ഇടതുപക്ഷത്തിന് ഇനി ഒരിക്കലും ചെയ്യാൻ സാധ്യതയില്ല. ഇടതുപക്ഷം ഇനി ഉണ്ടാവില്ല. അവർക്ക് ചിഹ്നം തന്നെ പോയി. ചേച്ചി നമസ്കാരം. നമസ്കാരം. വിജയാഘോഷം എങ്ങനെയുണ്ട്? അടിപൊളി. ഈ നമ്മുടെ സുരേഷ് ഗോപിനെ നിങ്ങളെ കാണാനായിട്ട് ഇങ്ങോട്ട് ഇറങ്ങും. ഇപ്പൊ സത്യപ്രതിജ്ഞ കഴിഞ്ഞതിന് ശേഷം എല്ലാ മണ്ഡലങ്ങളിലും അദ്ദേഹം ഇറങ്ങുന്നുണ്ട്. ഇനി എത്രത്തോളം പ്രതീക്ഷകൾ മുന്നോട്ടുള്ള ഈ ഒരു പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ? ഇനിയാണ് ശരിക്കുള്ള പ്രവർത്തനത്തിന്റെ കാര്യങ്ങൾ വരാൻ പോണേ. സുരേഷ് ഗോപി ജയിച്ചു. ഇനി എല്ലാ സീറ്റും ഞങ്ങൾ പിടിക്കും. അങ്ങനെയുള്ള ഇനി ഞങ്ങൾക്ക് വിശ്രമമില്ല. പഞ്ചായത്ത് ഇലക്ഷൻ വരുന്ന, നിയമസഭ വരുന്ന, അപ്പൊ എല്ലാ ഇതുകളും ഞങ്ങൾ പിടിച്ചെടുക്കും. ഈ സുരേഷ് ഗോപിയുടെ സാന്നിധ്യം ഈ പറഞ്ഞ വരുന്ന ഇലക്ഷനിലൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ BJP കൂടെ ജയിക്കാൻ സാധിക്കൂ. അങ്ങനെയല്ല, സുരേഷ് ഗോപി ജയിച്ചു കഴിഞ്ഞു, കേന്ദ്രമന്ത്രിയാവും. അപ്പൊ ആളുടെ ഒരു പ്രവർത്തനം കൂടി എല്ലാ മണ്ഡലങ്ങളിലും ഉണ്ടാവൂലോ. പിന്നെ ഞങ്ങളുടെ പ്രവർത്തനം ചിട്ടയായ പ്രവർത്തനം കൊണ്ട് മാത്രമാണ്. പിന്നെ മതപരമായും രാഷ്ട്രീയപരമായും അതൊന്നും നോക്കാതെ കണ്ട് ആളുകൾ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തതിന്റെ ഒരു ഫലമാണ് ഇന്ന് നമുക്കൊരു MP ഉണ്ടായത്. ഈ കരുവന്നൂർ വിഷയമൊക്കെ വലിയ രീതിയിൽ BJPക്ക് അനുകൂലമായി ഉണ്ട്. പുറത്തുശ്ശേരി ഏരിയ ഫുള്ളും നമ്മൾ BJP ആണ് മുന്നിൽ വന്ന് നിൽക്കുന്നത്. സ്ത്രീജനങ്ങളുടെ പിന്തുണ സ്ത്രീജനങ്ങൾ ഒരുപാട് അദ്ദേഹത്തെ പിന്തുണച്ചിട്ടുണ്ട്. എല്ലാ പാർട്ടിയുടെയും CPM കോൺഗ്രസെന്നോ അല്ലെങ്കിൽ മറ്റുള്ള ഇത് നോക്കാതെ കണ്ട് തന്നെ എല്ലാ സ്ത്രീജനങ്ങളും സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. ക്രൈസ്തവ സമൂഹത്തിന്റെ ഒക്കെ വലിയ പിന്തുണ ലഭിച്ചിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അതിന്റെ ഉദാഹരണമാണല്ലോ നമ്മൾ ഇന്നിവിടെ ഇരിങ്ങാലക്കുട വോട്ട് ഇത്രയും കൂടുതൽ കിട്ടി എന്നുള്ളത് പറയുന്നത്. ക്രൈസ്തവരാണ് ഏറ്റവും കൂടുതലുള്ളത്. പക്ഷെ ആ വോട്ടുകൾ നമ്മൾക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇന്നലെ MP ഉണ്ടായത്. ഏതെങ്കിലും ഘട്ടത്തില് ഇടതുപക്ഷവും കോൺഗ്രസും ഭീഷണിയായിരുന്നു? ഏതെങ്കിലും ഘട്ടത്തില് BJPക്ക് ഇടതുപക്ഷവും വലതുപക്ഷവും ഭീഷണിയാണ്? ഇല്ല, ഭീഷണി ഒന്നും വന്നിട്ടില്ല. ഫുൾ BJP ആണെങ്കിൽ പോലും നമ്മളോട് അവര് ഇലക്ഷൻ ഇറങ്ങിയ സമയത്തൊക്കെ ഒരുപാട് നിങ്ങൾ പിന്നിലേക്ക് പോകും, അങ്ങനത്തെ മാനസികമായിട്ട് നമ്മളെ പിന്തള്ളുന്ന ഒരു രീതിയിലുള്ള സംസാരം ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഉൾക്കൊള്ളാണ്ട് ഞങ്ങൾ മുന്നേറിയതിന്റെ ഫലമാണ് ഇന്നത്തെ MP.